ഹരി ഓം. ദശകം 31, ശ്ലോകം 3. വിശ്വേശം മാതൃപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വാം സദൃപ്യൻ യസ്മാദ്ദർപ്പാതൃപദപരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസാവഗമദർഹോപി ഗാഢോപശാന്ത്യൈ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. വിശ്വ ഈശം, വിശ്വേശം, മാം ത്രിപദം ഇഹ, ത്രിപദമിഹ, കിം യാചസേ ബാലിശഃ ത്വം, ബാലിശഃ ത്വം, ബാലിശസ്ത്വം. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിം അമുന ഇതി, കിം അമുന ഇതി ആലപത് ത്വാം, കിം അമുന ഇതി ആലപത് ത്വാം, കിമമുനേത്യാലപത്വാം, കിമമുനേത്യാലപത്വാം. അതാണ് കിം അമുന ഇതി, കിമമുന ഇതി, കിമമുനാത്യാലപത്വാം സ ദൃപ്യൻ സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വാം സദൃപ്യൻ യസ്മാത് ദർപ്പാത് ത്രിപദ പരിപൂർത്തി അക്ഷമഃ ക്ഷേപവാദാൻ. യസ്മാദർപ്പാത്, യസ്മാത് ദർപ്പാത് ത്രിപദ പരിപൂർത്യക്ഷമ, ത്രിപദ പരിപൂർത്തി അക്ഷമഃ ക്ഷേപവാദാൻ. ബന്ധം ച അസൗ അഗമത്, ബന്ധം ച അസൗ, അതാണ് ബന്ധം ചാസ എന്ന് വരുന്നത്. ബന്ധം ച അസൗ അഗമത് അദദർഹഃ അപി ഗാഢ ഉപശാന്തിയൈ. ആ നാലാമത്തെ വരി ഒന്ന് ശ്രദ്ധിച്ചോണം, അത് പലതവണ ചൊല്ലി വായിക്കാത്ത വരുത്തണം, അത് നാക്ക് വഴക്കണം. ബന്ധം ച അസൗ അഗമത് അദദർഹഃ അപി ഗാഢ ഉപശാന്തിയൈ. ബന്ധം ചാസാവഗമദർഹോപി ഗാഢോപശാന്ത്യൈ. ബന്ധം ചാസാവഗമദർഹോപി ഗാഢോപശാന്ത്യൈ. വിശ്വേശം മാതൃപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലപത്വാം സദൃപ്യൻ യസ്മാദ്ദർപ്പാതൃപദപരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസാവഗമദർഹോപി ഗാഢോപശാന്ത്യൈ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. 3 അടി ഭൂമി മാത്രം മതി എനിക്കെന്ന് പറയുന്ന വാമനമൂർത്തിയോട് അത് കേട്ട മഹാബലി ചോദിക്കുന്നു, വിശ്വേശം മാം ഇഹ കിം ത്രിപദം യാജസേ. വിശ്വേശം മാം ഇഹ കിം, ഈ ലോകങ്ങളുടെയെല്ലാം നാഥനായ എന്നോട് ഇവിടെ എന്താണ് 3 അടി ആവശ്യപ്പെടുന്നത്? വിശ്വേശം മാം ഇഹ കിം ത്രിപദം യാജസേ, ലോകങ്ങളുടെയെല്ലാം നാഥനായ എന്നോട് ഇവിടെ എന്താണ് 3 അടി ആവശ്യപ്പെടുന്നത്? വെച്ചാൽ കൂടുതൽ ആവശ്യപ്പെട്ടുകൂടെ എന്നുള്ള അർത്ഥത്തിൽ. ത്വം ബാലിശഃ, അങ്ങ് ബുദ്ധിയില്ലാത്തവനാണ്. സർവാം ഭൂമിം വൃണു അമുനാക്കിം, സർവാം ഭൂമി, ഭൂമി മുഴുവനും ആവശ്യപ്പെട്ടുകൊള്ളൂ. ഇതുകൊണ്ടെന്താണ് കാര്യം? അമുനാക്കിം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഈ 3 അടി കൊണ്ട് എന്താണ് കാര്യം? ഇതി സഹ ത്വാം ദൃപ്യൻ ആലപത് എന്ന് ആ മഹാബലി നിന്തിരുവടിയോട് അഹങ്കരിച്ച് സംസാരിച്ചു. ഇത് ഭട്ടതിരിപ്പാട് പറയുകയാണ്. ഇതി സഹ ത്വാം ദൃപ്യൻ ആലപത് എന്ന് ആ മഹാബലി നിന്തിരുവടിയോട് അഹങ്കരിച്ച് സംസാരിച്ചു. യസ്മാത് ദർപ്പാത് അസൗ ത്രിപദ പരിപൂർത്യക്ഷമഃ. യസ്മാത്, ആ അഹങ്കാരം നിമിത്തം ആ മഹാബലി
മൂന്നടി തികയ്ക്കാനാവാതെ, എന്തുകൊണ്ടാണ് ആ മൂന്നടി തികയ്ക്കാനാവാതെ വന്നത്? അഹങ്കാരം നിമിത്തമാണ് മൂന്നടി തികയ്ക്കാനാവാതെ വന്നത്. ക്ഷേപവാദാൻ ബന്ധം ച അതദർഹ അപി ഗാഠോപശാന്തി അഗമത്. അപ്പം ആ അഹങ്കാരം നിമിത്തം ആ മഹാബലി മൂന്നടി തികയ്ക്കാനാവാതെ അധിക്ഷേപ വാക്കുകളെയും ബന്ധനത്തെയും അത് വേണ്ടവനല്ലെങ്കിലും തികച്ചും അടക്കമുണ്ടാവാൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്നു. അതാണ് യസ്മാത് ദർപ്പാത് അസൗ ത്രിപദ പരിപൂർത്യക്ഷമഃ ക്ഷേപവാദാൻ ബന്ധം ച അതദർഹ അപി ഗാഠോപശാന്തിയൈ അഗമത്. അത് വേണ്ടവനല്ലെങ്കിലും തികച്ചും അടക്കമുണ്ടാവാൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, അവിടുന്ന് മൂന്നടി ഭൂമി യാചിച്ചപ്പോൾ ഈ ത്രൈലോക്യനാഥനായിരിക്കുന്ന എന്നോട് വെറും മൂന്നടി ഭൂമി മാത്രം യാചിക്കുവാൻ അങ്ങ് ഇത്ര ബുദ്ധിഹീനനാണോ? ഈ മൂന്നടി ഭൂമി കൊണ്ട് എന്തു പ്രയോജനം? ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ യാചിച്ചാലും എന്നിങ്ങനെ ആ സാക്ഷാൽ ത്രൈലോക്യനാഥനായിരിക്കുന്ന ഭഗവാനോട് വലിയ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. പക്ഷേ ഭഗവാൻ ആരാണെന്നറിയുന്നില്ലേ? ഭഗവാനാണെന്നറിയാതെയാണ് മഹാബലി ഇപ്രകാരം പറഞ്ഞത്. ആ പരബ്രഹ്മ പദം പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് ആ ബലിയുടെ ഈ അഹങ്കാരം മാറ്റി മനസ്സിന് ആ വിഷയവിരക്തി വരുത്തി അങ്ങയിൽ ലീനചിത്തനാക്കുവാൻ വേണ്ടിയാണ് ഈ ആക്ഷേപവാക്കുകൾക്കും ബന്ധനത്തിനും യോഗ്യനല്ലാഞ്ഞിട്ടും മഹാബലിയെ മൂന്നടി ഭൂമി തികച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കാത്തവനായിട്ട് വരുത്തിയത്. ഈ ആക്ഷേപവാക്കുകളെയും ആ വരുണപാശബന്ധനത്തെയും അനുഭവിപ്പിച്ചതും അതിനു വേണ്ടിയാണ്. വിശ്വേശം മാന്ത്രപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണുകിമമുനേത്യാലപത്വാം സദൃപ്യൻ യസ്മാദർപ്പാതൃപദപരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസാവഗമദർഹോപി ഗാഠോപശാന്ത്യൈ.